but I am different. സാർ കേട്ടിട്ടുണ്ടാവും. Same but different. കഴിഞ്ഞിട്ടില്ല. മക്കളെവിടെ? കണ്ടന്റ് എടുക്കാൻ അവര് ഈ ഷോയിൽ അധികം അവരെ ഞാൻ കൊണ്ടുവരാറില്ല. ബിക്കോസ് എനിക്ക് പിന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏതോ ഷോയില് കമലഹാസന്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അത് ആ ഷോയിന്റെ ആൾക്കാര് ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി ഒരു പൂ കൊടുക്കാൻ അവളെ കൊണ്ടുവരാവോ, അങ്ങനെ വി ബ്രോട്ട് ഹർ ഓൺ സ്റ്റേജ്. പക്ഷെ കമലഹാസന്റെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എപ്പിസോഡ് കണ്ടില്ല. ഒന്നുമില്ല, കുളിക്കാൻ പോലില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു മുഖാമുഖം ഇരിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു മാസമായി കാണും. എന്തായാലും തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ഒരുപാട് ആളുകളുടെ സ്ട്രെസ് മാറാനും ടെൻഷൻ മാറാനും ഒക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട് ആളുകൾ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? മലയാളികളുടെ പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ, ഹൂസ് നോൺ ആസ് എൻ ഇന്റർവ്യൂ സ്റ്റാർ, ഓൾസോ ആസ് എൻ ആക്ടർ. നിങ്ങളുടെ ക്യാരക്ടർ അസൈൻ ചെയ്ത സമയത്ത് ഈ ക്യാരക്ടർ ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ 4 ചിട്ടിട്ട് എടുക്കുകയായിരുന്നു, അതോ നിങ്ങൾക്ക് വേണ്ടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോ ചേച്ചി എന്ത് കാര്യം ശ്രദ്ധിക്കാറുള്ളത്? ഞാൻ അതിൽ ധ്യാനുണ്ടോ നോക്കും. ഞാനുണ്ടോ? ഞാൻ നോക്കുന്നത് ചേച്ചി ഉണ്ടല്ലോ. വെള്ളമല്ലാതെ ഏത് ഒരു ലിക്വിഡ് അതിനകത്ത് ഇടണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിയർ നല്ല ഉത്തരാണ്. ഞാൻ ആണെങ്കിലോ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നോട്ടെ എന്നായിരിക്കും. അല്ലല്ല, ആ ബിയർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരു വെടിക്കെട്ടുമില്ല. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് മാറ്റി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും. ചില വേദികളിൽ അല്ല, അത് അങ്ങനെ തുറന്നു പറയുന്നോണ്ട് ആ സ്വഭാവം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്ന് വരെ ഈ ഇന്റർവ്യൂ കഴിയുന്നതോടുകൂടി അമ്മേന്ന് പുറത്താക്കും എന്നെ. അല്ല, അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി പുറത്താണ് നിർത്തുന്നത്. ഇല്ല ചേച്ചി, അതൊക്കെ എപ്പോഴേ കിട്ടി. ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ? കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ്, വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞ നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെമ്മീനിലൊക്കെ നോക്കി. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. കായികം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വളരെ ധൈര്യപൂർവ്വം എടുത്തിരിക്കുകയാണ് ധ്യാൻ. സിനിമയൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ തമാശ പറയില്ല, നമ്മൾ ഇത്രയധികം ചിരിച്ച് എൻജോയ് ചെയ്ത വേറൊരു എപ്പിസോഡ് ഉണ്ടായിട്ടില്ല.
അതിന് ഉണ്ടാവുകയില്ല. ധ്യാൻ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ